അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നാളിതുവരെ പോലീസും കോളേജ് അധികൃതരും അധ്യാപകരും ഇക്കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ ന്യായമായും ഊഹിക്കാൻ കഴിയും. അതിൻ്റെ കാരണം അവർ പറയുന്നത് നിതിൻ രാജ് പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും 4-ാമത്തെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു എന്ന ഒരു കഥയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ നിലയിൽ നിന്നും ചാടി വീണ ഒരു ശരീരത്തിന് ന്യായമായും ഉണ്ടാകേണ്ട ഒരു പരിക്കും നിതിൻ രാജിൻ്റെ ശരീരത്തിലില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, 4 നിലയിൽ നിന്ന് ചാടി വീഴുന്ന ഒരാൾ തലയടിച്ച് വീണാൽ തീർച്ചയായിട്ടും തല ചിതറുകയും തലയോട്ടി പൊട്ടുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനെ പുറത്തുള്ള ഒരു ഇഞ്ചുറിയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇൻറ്റേർണൽ ഇഞ്ചുറി കൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ്. അപ്പോൾ ഈ 4-ാം നിലയിൽ നിന്ന് ചാടുന്ന ഒരാൾക്ക് ഇൻറ്റേർണൽ ഇഞ്ചുറി മാത്രം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള മർമ്മപ്രധാനമായൊരു ചോദ്യം അതിനകത്തുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു കൊലപാതകമായിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ്. അതായത് പോലീസ്, അന്വേഷണ ഏജൻസിയായ പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു സാഹചര്യത്തിൽ അത് വെറുതെ ഒരു ആരോപണമല്ല. ഈ കുട്ടി മരിക്കാനിടയായ സാഹചര്യം ലോൺ ആപ്പിൻ്റേതാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായൊരു ശ്രമം നടക്കുന്നു. അതായത് ലോൺ ആപ്പുകാർക്കെതിരെ സ്വമേധയാ കേസെടുക്കുക. ഓൾറെഡി അവിടെ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു കോളേജിൽ. അതിലൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലധികം പ്രതികൾ വന്നാൽ ആ പ്രതിപ്പട്ടികയിൽ ചേർക്കേണ്ടതിന് പകരം ലോൺ ആപ്പിൽ പ്രത്യേകമായൊരു കേസെടുത്തത് തന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണ്. രണ്ടാമതൊരു കാര്യം, നിതിൻ രാജിൻ്റെ കുടുംബക്കാർ കൊടുത്ത പരാതിയിൽ നാളിതുവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ്. ഈ നിലക്കെല്ലാം നോക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിക്കുമ്പോൾ ഇത് വളരെ ദുരൂഹമായ ഒരു കാര്യമായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണ ഏജൻസിയിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണമെന്ന ഡിമാൻഡാണ് നിതിൻ രാജിൻ്റെ നീതിക്ക് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു കാര്യം മുന്നോട്ട് വെക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നത്. ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിനകത്താണ്. പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഏതാണ്ട് 300 ഏക്കറോളം കയ്യേറിയാണ് ഈ സ്ഥാപനം അവിടെ പണിതുയർത്തിയിട്ടുള്ളത്. ആ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളെന്ന നിലക്ക് പിണറായി വിജയൻ ഇതിന് സമാധാനം പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ എങ്ങനെയാണ് 300 ഏക്കർ സർക്കാർ ഭൂമി ഒരു സ്വകാര്യ ട്രസ്റ്റ് കയ്യേറി വളച്ചെടുത്ത് അവിടെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ ഉത്തരം പറയും. അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ വലിയ പിന്തുണ, ഒളിച്ചുകളി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അന്വേഷണം ഇഴയുന്നതും. ലോൺ ആപ്പിൻ്റെ കാര്യം രജിസ്റ്റർ ചെയ്ത് 3 ദിവസത്തിനകം ഡൽഹിയിലെ നോയിഡയിൽ നിന്നാണ് 3 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്നിട്ടും കേരളത്തിലും വേണമെങ്കിൽ ആന്ധ്ര വരെ പോകാവുന്ന 2 പ്രതികളെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അവരെ നാളിതുവരെയായിട്ട് അറസ്റ്റ് ചെയ്യാത്തതും ദുരൂഹമായ ഒരു കാര്യമാണ്. ആ നിലക്ക് ഈ വിഷയത്തിൽ നീതിപൂർവകമായ അന്വേഷണം നടത്തി മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം.